വില്ലേജ് ഓഫീസിലായി വാടക കെട്ടിടം വിട്ടു നൽകി പ്രതിസന്ധിയിലായ കുടുംബം സമരവുമായി രംഗത്ത്. ഉള്ളേരി വില്ലേജ് ഓഫീസിന് താൽക്കാലികമായി വിട്ടു നൽകിയ കെട്ടിടത്തിന്റെ വാടക ലഭിക്കാത്തതിനെതിരെയാണ് കുടുംബം പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഉള്ളേരി വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ആക്കുന്നതിന്റെ ഭാഗമായി പഴയ കെട്ടിടം പൊളിച്ചതോടെയാണ് താൽക്കാലിക പ്രവർത്തനത്തിനായി സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം വിട്ടു നൽകുന്നത്. എന്നാൽ കെട്ടിടത്തിൽ വില്ലേജ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചെങ്കിലും നൽകേണ്ടിയിരുന്ന വാടക ലഭിക്കാതായതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. കണ്ണൂര് പരക്കണ്ടി കാർത്യായനിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് വില്ലേജ് ഓഫീസ് താൽക്കാലികമായി പ്രവർത്തിക്കുന്നത്. എന്നാൽ ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ച് 26 മാസം പിന്നിട്ടിട്ടും വാടക ലഭിക്കാതായതോടെയാണ് കാർത്യായനിയും മകൻ നിജോഷും കുടുംബവും പ്രതിഷേധവുമായി ഉള്ളേരി വില്ലേജ് ഓഫീസിനു മുൻപിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. വാടക നൽകാത്തത് കാണിച്ച് തഹസിൽദാർക്കും മറ്റു ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരവുമായി രംഗത്തിറങ്ങിയതെന്ന് നിജോഷ് വ്യക്തമാക്കി. 2 കൊല്ലവും 2 മാസമായിട്ട് വില്ലേജ് ഇതുവരെ ഒരു വാടകയോ കാര്യങ്ങളോ ഇതുവരെ തന്നിട്ടില്ല. നമ്മളെ ലോണും കാര്യം എടുത്തിട്ടാണ് ഈ വീട് പണി കഴിച്ചത്. ഇതുവരെ ഒരു അറിയിപ്പ് നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ നിരവധി പ്രാവശ്യം കയറി ഇറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുവരെ യാതൊരു നടപടി ഇതുവരെ വന്നിട്ടില്ല. തഹസിൽദാരെടുത്ത് ഇവരെ വിളിച്ചിട്ടുണ്ട്, ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ മാറി വരിക ചെയ്യുന്നത്. ഇതുവരെ ഒരു ഉറുപ്പ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. 26 മാസമായിട്ട്. അതേസമയം ജോലിക്കായി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോഴാണ് സമരവിവരം അറിയുന്നത്. ഇതിനെ തുടർന്ന് അധികൃതർ കൊയിലാണ്ടി താലൂക്ക് ഓഫീസുമായി ബന്ധപ്പെടുകയും പിന്നാലെ ഹെഡ് ക്വാർട്ടർ ഡെപ്യൂട്ടി തഹസിൽദാർ വി ബിന്ദു, ഡെപ്യൂട്ടി തഹസിൽദാർ UK രവീന്ദ്രൻ, സീനിയർ ക്ലർക്ക് MK സുരേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി കെട്ടിട ഉടമയുമായി ചർച്ച നടത്തി. ഞാന് എന്താച്ചാല് ഈ ഒരു അവസ്ഥ നമ്മള് ജൂണിലേക്ക് പോകണമെന്നില്ല. ചിലപ്പോ അതിന്റെ മുന്നേ നമുക്ക് കിട്ടാൻ പറ്റുകയാണെങ്കിൽ അതിന് മുന്നേ വാങ്ങിത്തരാം. അതിനുള്ള ശ്രമം നടത്താന്നുള്ളതാണ്. വാടക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് നൽകിയതോടെയാണ് സമരം അവസാനിപ്പിക്കാൻ കാർത്യായനിയും കുടുംബവും തയ്യാറായത്. 7400 രൂപ ഇനത്തിൽ മാസവാടകയായി കണക്കാക്കി 26 മാസത്തെ വാടക തെരഞ്ഞെടുപ്പിന് ശേഷം കെട്ടിട ഉടമയ്ക്ക് കൈമാറുന്നതാണെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഉള്ളേരി.